നാസിക് ടിസിഎസിന് പിന്നാലെ പൂനെ ആസ്ഥാനമായുള്ള ഐടി ഭീമനായ വിപ്രോയിലും മതപരിവർത്തന ശ്രമം നടക്കുന്നതായി പരാതി. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വിപ്രോയിലെ മുൻ ഹിന്ദു വനിതാ ജീവനക്കാരിയാണ് കമ്പനിയിലെ സഹപ്രവർത്തകനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. സഹപ്രവർത്തകൻ തന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പൂനെയിലെ ഹിഞ്ചവാടി പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ വിപ്രോയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹിന്ദു ജനജാഗൃതി സമിതി സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ യുവതി തന്റെ ദുരനുഭവം വിവരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാനും മുസ്ലിം പുരുഷനുമായി ബന്ധത്തിലേർപ്പെടാനും സഹജീവനക്കാരി ആവർത്തിച്ച് സമ്മർദ്ദം ചെലുത്തിയതായി യുവതി ആരോപിച്ചു. എതിർത്തപ്പോൾ കമ്പനിയിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സഹായിക്കുന്നതിനു പകരം കാര്യങ്ങൾ മാറ്റിമറിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. 2025 ഓഗസ്റ്റിൽ നടന്ന ഓൺലൈൻ മീറ്റിംഗിനിടെയാണ് തന്നെ രാജിവെക്കാൻ നിർബന്ധിച്ചത്. യുവതിയെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും അനുഭവിച്ച മാനസിക പീഡനത്തിന് 50 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും വിപ്രോയ്ക്ക് നൽകിയ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് യുവതിയുടെ അഭിഭാഷകൻ വിവേക് ഭോസ്ലെ പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് വിപ്രോ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. പോലീസ് നിലവിൽ ഈ വിഷയം അന്വേഷിക്കുകയാണ്. അതേസമയം വിവിധ നഗരങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനികൾ കേന്ദ്രീകരിച്ച് ഇസ്ലാമിസ്റ്റുകൾ പ്രവർത്തിക്കുന്നു എന്നതിന് ഉദാഹരണമാണിത് എന്ന് വിലയിരുത്തുന്നു. നാസിക്കിലെ ടിസിഎസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും ഇത്തരത്തിലുള്ള ജിഹാദികളായിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. നാസിക്കിലേക്ക് പോവുകയാണെങ്കിൽ ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരമായ വിവേചനങ്ങൾ എന്നിങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് ടിസിഎസ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉന്നയിച്ചത്. ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനും താല്പര്യമില്ലാത്ത മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ജീവനക്കാരെ നിർബന്ധിച്ചിരുന്നതായും ആരോപണങ്ങളുണ്ട്. പ്രതികളിൽ ഒരാൾ ഒരു ജീവനക്കാരെ വിവാഹം കഴിക്കാം എന്ന വ്യാജ വാഗ്ദാനം നൽകി പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും പോലീസ് പറയുന്നു. പ്രതി ജീവനക്കാരിൽ ഒരാളെ അനുചിതമായി സ്പർശിക്കുകയും അവരുടെ വ്യക്തിപരവും ദാമ്പത്യപരവുമായ ജീവിതത്തെക്കുറിച്ച് അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പ്രതികളിൽ ഒരാൾ ഒരു ജീവനക്കാരിയെ വിവാഹം കഴിക്കാം എന്ന വ്യാജ വാഗ്ദാനം ചെയ്ത് പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കൂടാതെ മറ്റൊരു പ്രതി ഒരു ജീവനക്കാരിയെ അനാവശ്യമായി സ്പർശിക്കുകയും അവരുടെ വ്യക്തിപരവും ദാമ്പത്യപരവുമായ ജീവിതത്തെക്കുറിച്ച് അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സംഭവങ്ങളെക്കുറിച്ച് പരാതിക്കാരി കമ്പനി മേധാവിയോട് ആവർത്തിച്ച് വാക്കാലുള്ള പരാതികൾ നൽകിയപ്പോൾ അയാൾ അവരുടെ പരാതികൾ ശ്രദ്ധിച്ചില്ല. പകരം പ്രതിയുടെ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പോലീസ് പ്രസ്താവനയിൽ പറയുന്നത്. എന്തായാലും കോർപ്പറേറ്റുകളിൽ നിദാഖാനെ പോലുള്ള ജിഹാദികൾ അഴിഞ്ഞാടുകയാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.